فليدعوا ناديه سندع الزبانية كلا لا تطعه واسجد واقترب كلا لا تطعه واسجد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب. തജ്വീദ് ഫൽയദ്ഉ നാദിയ. അവിടെ അലാമ് ശരിക്കും ഉച്ചരിക്കണം. പിന്നെ യദ്ഉ നിങ്ങൾ നീട്ടൊന്നും വേണ്ട. ഫൽയദ്ഉ നാദിയ ഫൽയദ്ഉ നാദിയ. അവിടെ നമ്മൾ പിന്നെ സനദ്ഉ, അവിടെ സനദ്ഉ സബാനിയ, അവിടെയും അസബാനിയ എന്ന് പറഞ്ഞിടത്ത് അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, ലാമിനും ഉച്ചാരണമില്ല. പിന്നെ കല്ല, അവിടെ രണ്ട് കതിർ നീട്ടിയാൽ മതി. കല്ല. പിന്നെ ലാ തുത്യഉഹു, അവിടെ തുത്യ എന്ന് ജസ്മാണ് എന്ന് പറഞ്ഞാൽ സുക്കൂനാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തുത്യഹു, കല്ലാ ലാ തുത്യഹു, തൂ എന്നാണ്, താന്നല്ല. പിന്നെ വസ്ജുദ്, അവിടെ വാവിൻ്റെ ശേഷം എന്തില്ല, വാവിൻ്റെ ശേഷം പിന്നെ എന്നത് എന്നുള്ള ഒരല്പം ശിദ്ധത്തോടു കൂടി ഓതണം. പിന്നെ വഖ്തരിബ്, അവിടെയും വാവിൻ്റെ ശേഷം അലിഫിന് ഉച്ചാരണമില്ല, വസിലിൻ്റെ അന്തിയാണ്. ബാവുമൽ നിർത്തുമ്പം അല്പം ശിദ്ധത്തോടു കൂടി, കാരണം ഹുറൂഫുൽ ഖൽഖല എന്ന് പറയും, അതുകൊണ്ട് അല്പം ശിദ്ധത്തോടു കൂടി ഓതണം. അപ്പോൾ ഓതേണ്ടത് കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. ആ രണ്ടായത്തൊന്ന് ഓതി വെക്കണി, അല്ല മൂന്നായത്ത്. ഫല്യദ്ഉ നാദിയ. അതിൽ തജ്വീദ് എന്തെങ്കിലും സംശയം ഉണ്ടോ? അവിടെ ഒരു വരാണ്ടില്ല, ഞങ്ങൾ വസ്തുത കൊടുത്തു. അതെന്തിനാ? അത് സുജൂദ് ചെയ്യാനുള്ള അടയാളാണ്. ഖുർആനിൽ 14 സ്ഥലത്താണ് സുജൂദ് ചെയ്യാൻ. 14 സ്ഥലത്ത്, മൊത്തം 14 സ്ഥലത്താണ് പിന്നെ സുജൂദ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഓത്തിൻ്റെ സുജൂദ്, തിലാവത്തിൻ്റെ സുജൂദ് 14 സ്ഥലത്ത്. അത് സൂറത്തുൽ ഹജ്ജിൽ തന്നെ 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 12 സ്ഥലം ഇല്ല, എല്ലായിടത്തും സുജൂദ് എന്ന് പറഞ്ഞോളന്നില്ല, അല്ലാത്തടത്തും ഉണ്ടാവും. യഖിറൂന ലിൽഅദ്ഖാനി, അവിടെ ഒന്നും സുജൂദ് കുറെ കഴിഞ്ഞിട്ട് സുജൂദ് വരുന്നുണ്ട്, പക്ഷേ അവിടെയാണ് സുജൂദ് ചെയ്യേണ്ടത്. നമ്മൾ ആയത്ത് ഓതി കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? സുജൂദ് ചെയ്യേണ്ടത്. ഇല്ല, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. അങ്ങനെയൊന്നുമില്ല അതിന്. അത് നമ്മൾ എവിടെയാണോ പിന്നെ ഇപ്പം ഓതിന് അവിടെ അങ്ങോട്ട് സുജൂദ് ചെയ്യലാണ്. പഠിക്കുമ്പോൾ പിന്നെ അങ്ങനെ സാധാരണ അങ്ങനെ ചെയ്യാറില്ല, അല്ലാത്ത രംഗത്തൊക്കെ ചെയ്യാറുണ്ട്. ആ സുജൂദ് അതൊന്നും വേണ്ട. സുജൂദ് പിന്നെ സജദ വജിഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സമഅഹു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതുണ്ട്. ആ ഹിസ്നുൽ മുസ്ലിം എന്ന് പറഞ്ഞ ഇതിലുണ്ടാവും ഒരുപാട് പ്രാർത്ഥന ഉണ്ട്. അതിൽ ഏതാണോ നിങ്ങൾക്ക് ലളിതം അത് ചെല്ലിയാൽ മതി. ഇനി ഒന്നും കിട്ടില്ലെങ്കിൽ സുബ്ഹാന റബ്ബിൽ അലാ പറയാം. പിന്നെ സുജൂദ് ശരിക്കും സുജൂദ് തന്നെ ചെയ്യണം. ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ വാഹനത്തിൽ യാത്രയിലൊക്കെ ആണ്, ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിൽ ഇപ്പം നമുക്ക് കഴിഞ്ഞോളന്നില്ല. ഇനിയിപ്പോൾ ഇത് നിർബന്ധമല്ല, ഒരാളെ പിന്നെ അങ്ങനെ ചെയ്തില്ല വിചാരിച്ച കുറ്റക്കാരനല്ല. ചെയ്യണം, പ്രവാചകന്റെ സുന്നത്താണ്. ചിലവരൊക്കെ എന്നാ നോക്കുക.
ഫല്യദുഉ നാദിയ. എന്താ അപ്പോൾ ഇവിടെ വിഷയം? കല്ല ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതാണ് പറഞ്ഞത് അല്ലേ? കല്ല, നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും ഒരിക്കലുമില്ല, ലഇല്ലം യൻതഹി, അവൻ വിരമിച്ചിട്ടില്ലെങ്കിൽ, ലനസ്ഫഅൻ ബിന്നാസിയ, അവൻ്റെ കുടുമ നാം പിടിക്കുക തന്നെ ചെയ്യും. നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിയ, പാപം ചെയ്യുന്ന, കളവ് പറയുന്ന ആ കുടുമ നാം പിടിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അള്ളാഹ് പറയാം, ഫല്യദഉ, അവൻ വിളിക്കട്ടെ, നാദിയഹു, അവൻ്റെ സഭയെ, ആ സഭയിലെ ആളുകളെ വിളിച്ചു കൊള്ളട്ടെ. സനദുഉ, നാം വിളിക്കാം, അസ്സബാനിയ, ശിക്ഷയുടെ മലക്കുകളെ. സബാനിയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷ നൽകുന്ന മലക്കുകൾക്കാണ്, ശിക്ഷയുടെ ഉത്തരവാദിത്വം നൽകിയിട്ടുള്ള മലക്കുകൾക്കാണ് സബാനിയത്ത് എന്ന് പറയുന്നത്. കല്ല, മുഹമ്മദ് നബിയോട് അള്ളാഹു തആല പറയാണ്, കല്ല, മുഹമ്മദ് നബിയെ ഒരിക്കലും വേണ്ട, ലാ തുതിഅഹു, അവനെ നീ അനുസരിക്കരുത്, വസ്ജുദ്, നീ സുജൂദ് ചെയ്യുക, വഖ്തരിബ്, അള്ളാഹുവിൻ്റെ സാമീപ്യം, അള്ളാഹുവിലേക്ക് അടുക്കുക, സുജൂദ് ചെയ്യുക. ഇതിപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? എന്താ അതിൻ്റെ പിന്നിലുള്ള സംഭവം? എന്താ ഉള്ളത്? നിങ്ങളെന്താ മനസ്സിലാക്കിയോ? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, അബൂജഹൽ എന്ന് പറയുന്ന ഖുറൈശി പ്രമാണി അല്ലേ, മുശ്രിക്കുകളുടെ നേതാവ്, ഒരിക്കൽ മറ്റുള്ള ആളുകളൊക്കെ അബൂജഹലിനോട് വന്ന് പരാതി പറഞ്ഞു, മുഹമ്മദ് കഅബൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നിസ്കരിക്കന്നെ, നമ്മളെ ബിംബങ്ങളെയും നമ്മളെ പരദൈവങ്ങളെയും ഒക്കെ അവൻ നിരസിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ, ഇനി എങ്ങാനും ഞാൻ മുഹമ്മദ് അത് ചെയ്യണ കാണുകയാണെങ്കിൽ ഞാൻ പോയിട്ട് അവൻ്റെ തലക്ക് ചവിട്ടിയിട്ട് ഞാൻ മണ്ണിൽ ആഴ്ത്തിക്കളയും എന്ന് പറയുകയുണ്ടായി. ഇതാണ് സന്ദർഭം, ഇതാണ് വിഷയം അല്ലേ? അങ്ങനെ ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അബൂലഹബ് വലിയൊരു പാറക്കല്ലുമായിട്ട് പോയി, വലിയൊരു കല്ലുമായിട്ട് പോയി, താങ്ങാൻ പറ്റുന്ന ഒരു കല്ലുമായിട്ട് പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചവിട്ടി മെതിക്കാനും ഒക്കെ തീരുമാനിച്ചു പോയപ്പോൾ എന്താണ്, ആ കല്ല് നബിയോടടുത്തപ്പോൾ കല്ല് അങ്ങോട്ട് വീണു. പിന്നെ എന്ത് ചെയ്യണം എന്ന് വിവർണനായി എന്നാണ് പറഞ്ഞാൽ, നമുക്ക് പേടിയാകുമ്പോൾ നമ്മളെ ശരീരത്തിനും മുഖത്തിനൊക്കെ ഒരുപാട് നിറം വരുമല്ലോ, ആ രൂപത്തിൽ വിവർണനായി അബൂജഹൽ ഏതൊരു ഉദ്യമത്തിനാണോ പോയത് അതിൽ നിന്ന് നേരെ പിന്തിരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അബൂജഹലിൻ്റെ ആളുകൾ ചോദിച്ചു, എന്തെങ്കിലും അങ്ങനെ പിന്തിരിഞ്ഞു പോരാൻ കാരണം? ഞാൻ മുഹമ്മദ് നബിയോട് അടുത്തപ്പോൾ ഞാൻ പോയത് ഇന്നലെ നമ്മൾ പറഞ്ഞ തീരുമാനം അനുസരിച്ച് ചവിട്ടി മെതിക്കാൻ പോയതാണ്. പക്ഷേ നബിയോട് അടുത്തപ്പം ഒരു വലിയ ഒട്ടകം അതെന്നെ വിഴുങ്ങുമോ എന്ന് ഞാൻ ഭയപ്പെട്ട് പിന്തിരിഞ്ഞതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുണ്ടായിരുന്ന. ഇതാണ് സംഭവം. ഈ സംഭവത്തെ സൂചിപ്പിച്ചു കൊണ്ടാണ് എന്ത് പറയുന്നത്? കല്ല ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ എന്ന് അല്ലാഹു തആല അവിടെ മുതൽ ഈ അവസാനം വരെയുള്ള ആയത്തുകൾ ഇറക്കുന്നത് ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് അള്ളാഹ് പറയാം, ഫല്യദഉ നാദിയ, അവൻ അവൻ്റെ സഭയെ വിളിക്കട്ടെ. എന്താ നാദി എന്ന് പറയുന്നത്? നിങ്ങൾ നാദി എന്ന് പറയുന്നത് ഇവിടെ കുവൈത്തിൽ എന്തിനാ പറയണേ? നാദി അത് വേറെ, നാദാ വിളിക്ക. നാദി എന്ന് പറയുന്ന ഒരു പേരുണ്ട്, എന്താണ്? ക്ലബിന് പറയും. അത് കണ്ടില്ല നിങ്ങൾ? നാദി അല്ലസം, കണ്ണും ഹാൻഡിക്യാപ്ഡൊക്കെ ഉള്ള ആളുകളുടെ ഇതുണ്ടാവില്ലേ, അതേപോലെ ഓട്ടിസം ബാധിച്ച ആളുകൾക്കൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ പ്രത്യേകം നാദി ഉണ്ടാവും, ക്ലബ്ബാണത്. അപ്പോൾ അവിടെ എന്താ അവർ ചെയ്യുക? ആ ക്ലബ്ബിൽ പോയിട്ട് അവരെന്താ ചെയ്യുക? എല്ലാവരും ഒരുമിച്ച് കൊടുക്കും, നമ്മളിരിക്കും പോലെ ഇരിക്കും, എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അങ്ങനെ മുശ്രിക്കുകളായ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തിനാണ് എന്ത് പറയാ? നാദി എന്ന് പറയുന്നത്. നാദി. ആ നാദി എന്നത് പറയണമെങ്കിൽ പകലിൽ ഒരുമിച്ച് കൂടണം, രാത്രിയിൽ ഒരുമിച്ച് കൂടിയാൽ അതിന് അറബിയിൽ വേറെ പേരാ.
എന്താണ് സാമിർ എന്നാണ് തോന്നുന്നുണ്ട്. പേര് മാറി. അപ്പം പകലിൽ അവർ ഒരുമിച്ച് കൂടുകയും അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും ചെയ്യണ ഒരു സദസ്സിനാണ് എന്ത് പറയുന്നത്, നാദി. അതിനാണ് നമ്മൾ സഭ എന്ന് നമ്മൾ മലയാളത്തിൽ വിവർത്തനം ചെയ്തത്. സഭ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മളൊക്കെ പാടെ ഒരുമിച്ച് കൂടിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനും മീറ്റിംഗ് കൂടാനും അങ്ങനെയൊക്കെ ഒരു സഭ ഉണ്ടാവില്ലേ, ആ സ്ഥലത്തിനാണ് എന്ത് പറയുക, നാദി എന്ന് പറയുന്നതെന്നാണ്. അപ്പോൾ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പേര് തന്നെ പിന്നെ ഉണ്ടാണെങ്കിൽ നാദി എന്ന് വിളിക്കണമെങ്കിൽ എന്ത് വേണം, ആളുകൾ അവിടെ ഒരുമിച്ച് കൂടണം. ആളുകൾ ഒരുമിച്ച് കൂടി അവർ പോയാൽ പിന്നെ അതിന് നാദി എന്ന് പറയാറില്ല. ആ ഒരുമിച്ച് കൂടുന്നതിന് എന്ത് നാദി എന്ന് പറയുള്ളൂ. അതും പകലിലാവണം. രാത്രിയാണെങ്കിൽ അതിൻ്റെ പേര് മുസാമർ എന്നാണ് അതിന് പറയാറുള്ളത് എന്നാണ്. അപ്പോൾ ആ പദം പ്രത്യേകം മനസ്സിലാക്കുക. അല്ലാഹു തആല അബൂജഹലിനോട് പറഞ്ഞെന്താ, ഫല്യദഉ, നബിയോട് പറയാണ് ഫല്യദഉ, അവൻ വിളിക്കട്ടെ. ആര് വിളിക്കട്ടെ? അബൂജഹൽ വിളിക്കട്ടെ എന്നാ. അബൂജഹൽ വിളിക്കട്ടെ. ആരെ വിളിക്കട്ടെ? നാദിയഹു, അവൻ്റെ സഭയെ വിളിക്കട്ടെ എന്നുള്ളതാ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഈ സംഭവത്തെ സംബന്ധിച്ച്, ലൗദനാമിന്നി, ആ അബൂജഹലെങ്ങാനും ആക്രമിക്കാൻ വന്ന സമയത്ത് എന്നോട് അടുത്തിരുന്നെങ്കിൽ ലഖ്തഫത്തുഹുൽ മലായികത്തു ഉളുവൻ ഉളുവ, അവനെ മലക്കുകൾ, ആ ജബാനിയാക്കൾ അവനെ കഷ്ണം കഷ്ണമായി ഓരോരോ അവയവം വേർപിരിച്ചിട്ടാണ് റാഞ്ചിക്കൊണ്ടു പോകുമായിരുന്നു എന്നാണ്. പക്ഷേ അടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ പറയാണ് മറ്റൊരു ഇതിലുള്ളത്, ലൗ ഫഅല അബൂജഹൽ, അബൂജഹൽ ആ വാഗ്ദാനം ചെയ്ത കാര്യമെങ്ങാനും പ്രവർത്തിക്കുകയാണെങ്കിൽ ലഅഖദത്തുഹു സബാനിയ അൽ മലായിക ഇയാനൻ, ആ കണ്ണ് കൊണ്ട് കാണുന്ന രൂപത്തിൽ ആ മലക്കുകൾ അവനെ റാഞ്ചിക്കൊണ്ടു പോകുമായിരുന്നു. എന്നിട്ട് പിന്നെ അള്ളാഹ് പറയണ എന്താ, ഫല്യദൂനാദിയ സനദുഉ സബാനിയ, നാം നമ്മുടെ സബാനിയാക്കളെ വിളിക്കാന്ന. സബാനിയത്ത് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താ ശരിക്ക് ഉദ്ദേശിക്കുന്നത്? ശിക്ഷയുടെ മലക്കൾ. ജബൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ജബൻ അല്ലെങ്കിൽ ജബൻ. ഇവിടെ ഒരു കുവൈത്തിൽ ഒരു ഫാമിലി ഉണ്ട് അല്ലേ, ജബൻ എന്ന് പറഞ്ഞിട്ട് ഫാമിലി. ജബൻ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താ? ജബൻ ഒരാളെ ശക്തിയോട് കൂടി അങ്ങോട്ട് തള്ളണതിനാണ് എന്താ പറയാ, ജബൻ എന്ന് പറയുന്നത്. അങ്ങനെ ശക്തിയോട് കൂടി തള്ളുന്ന ആളുകൾക്കാണ് ജബാനിയത്ത് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? മലക്കൾ. നമ്മളൊരൊറ്റ തള്ളലാണ് തള്ളിയ പിന്നെ തിരിച്ചു വരുമോ? ആ രൂപത്തിലുള്ള ശക്തമായ തള്ളലിനാണ് എന്ത് പറയാ, പിന്നെ ജബൻ എന്ന പദപ്രയോഗം ഉപയോഗിക്കണം. അതിൽ നിന്നാണ് എന്തുണ്ടായത്, ജബാനിയത്ത് എന്ന പദപ്രയോഗം ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷ നടപ്പാക്കുന്ന മലക്കുകൾ. പിന്നെ പറയാം കല്ല. എന്താ ഈ കല്ല എന്ന് പറഞ്ഞാൽ? കല്ല ഒരുപാട് ആശയം അതിന് കാണാൻ സാധിക്കും. ഒന്ന്, മുഹമ്മദ് നബിയെ കാര്യം അബൂജഹൽ പറഞ്ഞത് അങ്ങനെയല്ല എന്നപ്പോൾ നമ്മളതിന് വിവർത്തനം ചെയ്യാറില്ല. അങ്ങനെയല്ല, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ നിസ്സംശയം, ഉറപ്പായിട്ടും എന്നൊക്കെയാണ് പിന്നെ ഭാഷാന്തരം ചെയ്യുമ്പോൾ അതിന് മലയാളത്തിൽ കൊടുത്തിട്ടുള്ള അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മുഹമ്മദ് നബിയെ കാര്യം ഈ വഞ്ചകനായ ഈ അബൂജഹൽ പറയുന്നത് പോലെയല്ല. അബൂജഹലിൻ്റെ വഞ്ചകനാന്ന് പറയാൻ കാരണം എന്താ? അബൂജഹൽ യഥാർത്ഥത്തിൽ ചതിയപ്പെട്ടതാ. ഞാൻ മുഹമ്മദ് നബിയെ ആക്രമിക്കാൻ പോകുമ്പോൾ എൻ്റെ കുടുംബക്കാരും എൻ്റെ നാട്ടുകാരും എൻ്റെ പിന്നെ അനുയായികളൊക്കെ പാടെ ഒരുമിച്ച് കൂടി എന്നെ രക്ഷിക്കും എന്നാണ് ആര് വിചാരിച്ചത്? അബൂജഹൽ വിചാരിച്ച്. കല്ല, കാര്യം അങ്ങനെയല്ല ഒരിക്കലും. ആരും അബൂജഹലിനെ സഹായിക്കൂല, ആരും അബൂജഹലിൻ്റെ ഭാഗത്ത് നിൽക്കൂല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും നമസ്കാരത്തിൽ ഇങ്ങനെ പോണ സമയത്ത് ചവിട്ടി മതിക്കാൻ പോയാൽ അവൻ്റെ ആളുകൾ തന്നെ വരാൻ അവർക്ക് സാധ്യമല്ല എന്ന് അള്ളാഹു പറയുന്നു. അതുകൊണ്ട് അള്ളാഹു തആല മുഹമ്മദ് നബിയോട് പറയുന്നത് എന്താ? ലാ തുതിഉഹു, ആ അബൂജഹലിനെ നീ അനുസരിക്കരുത്. അബൂജഹലിനെ അനുസരിക്കരുത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയെ ആ കഅബയുടെ ഏത് ഭാഗത്താണോ താങ്കൾ നമസ്കരിക്കാൻ തിരഞ്ഞെടുക്കുന്ന അവിടെ പോയി തന്നെ നമസ്കരിക്കുക. അബൂജഹലിനെ നിങ്ങൾ അനുസരിക്കേണ്ട ആവശ്യമില്ല. അബൂജഹൽ ജാഹിലാണ്, അവിവേകിയാണ്, പിന്നെ വഞ്ചിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ രക്ഷ കിട്ടാൻ വേണ്ടി വസ്ജുദ്, നബിയെ താങ്കൾ സുജൂദ് ചെയ്യുക. പിന്നെന്താ പറയേണ്ടത്? വഖ്തരിബ്,
അള്ളാഹുവിൻ്റെ സാമീപ്യം, അള്ളാഹുവിനോട് അടുക്കുക. സുജൂദ് എന്ന് പറയുന്നത് തന്നെ അള്ളാഹുവിനോട് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണിത് സുജൂദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചിന്താവിഷയം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നപരിഹാരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തത് സുജൂദ് ചെയ്യാനും അതോടൊപ്പം അള്ളാഹുവിനോട് അടുക്കാനുമാണെന്ന്. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. എന്താണ്? ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രംഗമാണേത്? അള്ളാഹുവിനോട് ഏറ്റവും അഖറബായ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന രംഗമാണേത്? സുജൂദ് എന്ന് പറയുന്നത്. ആ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ രംഗം സുജൂദ് ആയതുകൊണ്ട് ആ സുജൂദിൽ ധാരാളമായി പ്രാർത്ഥിക്കാനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഈ അബൂജഹൽ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നാദി എന്ന് പറഞ്ഞില്ലേ, ആ നാദി കഅബയുടെ ഏകദേശം അടുത്തായിരുന്നു എന്നാ. ആ നാദിയാണ് എന്ത് അവർ സെമിനാർ കൂടാനും സമ്മേളിക്കാനും ഒക്കെ ഉപയോഗിച്ചത്. ആ കാലഘട്ടത്തിൽ അതിൻ്റെ പേര് ദാറുൻ നദ്വ എന്നായിരുന്നു. അവർ സെമിനാറിന് വേണ്ടി മീറ്റിങ്ങിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ആ ഗേഹത്തിനാണ് ഈ നാദി എന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. അത് മസ്ജിദുൽ ഹറാമിനോട് തൊട്ടടുത്തായിരുന്നു. പിന്നീട് വന്ന രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? അതൊക്കെ മസ്ജിദുൽ ഹറാമിനോട് കൂട്ടിച്ചേർക്കണം. ആദ്യം തന്നെ മസ്ജിദുൽ ഹറാമിൻ്റെ മുറ്റത്തിൻ്റെ ഭാഗം, അതിൻ്റെ സാഹത്തില്ലേ, മസ്ജിദുൽ ഹറാമിൻ്റെ മുറ്റല്ലേ, ആ മുറ്റത്തിൻ്റെ ഭാഗത്തേക്ക് അതിനെ കൂട്ടിച്ചേർക്കുകയാണ് ആര്? മൻസൂർ അബു ജാഫർ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഭാര്യ അതിനെ വാങ്ങിക്കൊണ്ട് അതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് വന്ന ഭരണാധികാരികൾ അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്നൊക്കെ പറയുന്ന ആളുകൾ ഒന്നുകൂടി പള്ളി വികസിച്ചപ്പോൾ അത് പള്ളിയുടെ തന്നെ ഭാഗമായി മാറി. അവസാനം പിന്നെ മലിക് ഫഹദ് അബ്ദുൽ അസീസ്, സൗദ് ബിൻ അബ്ദുൽ അസീസ്, ആ രാജാവിൻ്റെ കാലഘട്ടത്തിൽ 1379 അത് ആ പിന്നെ മസ്ജിദുൽ ഹറാമിനോട് കൂടി കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. അപ്പം അതിനോട് അടുത്തായിരുന്നു ഇവർ മീറ്റിംഗ് കൂടിയ പള്ളി, പിന്നെ എന്ത് ദാറുൻ നദ്വ എന്ന് പറയുന്ന ആ നദ്വ എന്ന് പറയുന്നത്. ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിശുദ്ധ ഖുർആനിലെ ഒരു മുഅ്ജിസത്തും കൂടിയാണ്. കാരണം ഫൽയദ്ഉ നാദിയ സനദ്ഉ സബാനിയ എന്നൊക്കെ പറയുന്നത് ആര് കേൾക്കുന്നുണ്ട്? അബൂജഹൽ അന്ന് ജീവിച്ചിരിക്കണ്ടല്ലോ, അല്ലേ? അബൂജഹൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ അബൂജഹലിനെ വെല്ലുവിളിക്കണത് അബൂജഹൽ കേൾക്കുന്നുണ്ട്. അബൂജഹലിന്റെ അനുയായികളും കുടുംബക്കാരും കേൾക്കുന്നുണ്ട്. അവരെങ്ങാനും വിശുദ്ധ ഖുർആൻ പറയുന്നതിന് അതിനെ തകർക്കാൻ വേണ്ടി എങ്ങാനും അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആന്റെ അവസ്ഥ എന്തായിരിക്കും? ആലോചിച്ച് നോക്ക് നിങ്ങൾ. ആ അബൂജഹൽ ഇസ്ലാം സ്വീകരിച്ചോ? ഇല്ല. ആ ബദർ യുദ്ധ രണാങ്കളത്തിൽ വെച്ചിട്ട് പിന്നെ ആര് കൊല്ലപ്പെടുകയാണ്? അബൂജഹലിനെ കൊല്ലുകയാണ്. പിന്നെ അബൂജഹലിനെ വിളിച്ചിരുന്ന പേരെന്താ? അബുൽ ഹക്കം എന്നാണ്. ശരിക്ക് ഖുറൈശികൾ വിളിച്ചിരുന്ന പേര് അബുൽ ഹക്കം. കാരണം ഈ ദാറുൻ നദ്വയിൽ മീറ്റിംഗ് കൂടുമ്പോൾ ആളുകളൊക്കെ കാര്യം അന്വേഷിച്ചിരുന്ന ആരോടാണ്? അബൂജഹലിനോടാണ്. അബുൽ ഹക്കം എന്ന് പറഞ്ഞാൽ എന്താ? കാര്യങ്ങൾ തീരുമാനിക്കുന്നവന്റെ ബാപ്പാന്നാ. എന്ന് പറഞ്ഞാൽ അവരുടെ നേതാവായിരുന്നു ആര്? ഈ അബൂജഹൽ നേതാവായിരുന്നു. ശരിക്കും അയാളുടെ പേര് അംർ ബിൻ ഹിഷാം ഇബ്ൻ അൽ മുഗീറ ബിൻ അബ്ദുള്ള ബിൻ ഉമർ അൽ മഖ്സൂമീന. മഖ്സൂമി ഗോത്രക്കാരിൽപ്പെട്ടവനാണ് ആര്? അബൂജഹൽ. അത്രയൊക്കെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ബാപ്പ 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 അങ്ങനെയാണല്ലോ അറബികളുടെ പേരൊക്കെ, അല്ലേ? അങ്ങനെ ആദം നബിയിലേക്ക് കടത്തും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ശരിക്ക് അവരുടെ ഒരു സമ്പ്രദായം ഉണ്ട്. ഈ വിറാസത്ത് അനന്തരമായി ബാപ്പനൊക്കെ അവർക്ക് കാണാതെ അറിയും. നമ്മുടെ കേരളക്കാർക്ക് അങ്ങനെ ആരപ്പൻ്റെ വല്യാപ്പൻ്റെ പേര് പോലും എനിക്കറിയില്ല. എന്നാൽ അറബികൾ അങ്ങനെയല്ല. അറബികൾ എങ്ങനെ പേരും അറിയണ്ട? നിങ്ങൾ അയച്ചു വെക്കണം. ആദ്യം പറയും അബു യൂസഫ് മിനു, അബ്ദുള്ള മിനു, അബ്ദുള്ള ബിൻ യാക്കൂബ് മിനു, ഇബ്രാഹിം മിനു. അങ്ങനെ അടുപ്പോ. അങ്ങനെ പോയിട്ട് എന്ത് പറയും? അൽ മുത്തൈരി അൽ കന്ദരി എന്ന് പറഞ്ഞിട്ട് പോലെ അങ്ങനെ അടുപ്പോ. അവിടുന്ന് അങ്ങനെ സൗദിയൊക്കെ എത്തും. അങ്ങനെ എവിടേക്കെത്തും? മഖ്സൂമി. ഇങ്ങനെ സൗദിയിലുള്ള കുറേ ഫാമിലി അതിലേക്കെത്തി അവസാനം ഖുറൈശികളിലേക്ക് എത്തും, അല്ലേ? ഇജാദിന്നോ മദനിന്നോ എന്തെങ്കിലുമൊക്കെ ഈ രൂപത്തിൽ അങ്ങനെ പോകും. നമുക്കതറിയോ? നമുക്കറിയില്ല, അല്ലേ? അതല്ലേ ഹദീസിന് എങ്ങനെ പ്രമാണമായി വരുന്നത്?
ഒരു ഹദീസ് നിങ്ങൾ ഇങ്ങനെ സ്വീകരിക്കൂല എന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഈ സനദാണ്. ആ ഹദീസ് ആര് പറഞ്ഞു? ഇയാൾ പറഞ്ഞു, അയാൾക്കൊടുന്ന് കിട്ടി, അയാൾ പറഞ്ഞു, അയാൾക്കൊടുന്ന് കിട്ടി ഇന്നാള്, അയാൾക്കൊടുന്ന് കിട്ടി ഇന്നാള്. ഇങ്ങനെ ഒരു ഇടമുറിയാതെ ആ സനദിൽ യാതൊരു തകരാറുമില്ലാതെ അത് റിപ്പോർട്ട് ചെയ്ത എല്ലാ ആളുകളും റിജാലും എല്ലാ ആളുകളും സഹീഹായ വിശ്വസിക്കാൻ പറ്റിയ ആളായി അങ്ങനെ നബിയിലേക്ക് എത്തിയ ഹദീസായി സ്വീകരിക്കുള്ളൂ. ഹദീസ് പിന്നെ ഉസൂൽ ഹദീസൊക്കെ പഠിക്കാൻ ഒരുപാടുണ്ട് അല്ലേ? അപ്പം നോക്കി നിങ്ങൾ ആ രൂപത്തിലുള്ള ആ പരമ്പര അവർക്കൊരു വലിയതാണ്. ഇന്നും മദീന യൂണിവേഴ്സിറ്റിയിലൊക്കെ ഈ പരമ്പര മാത്രം പഠിക്കണ വിജ്ഞാന ശാഖ ഉണ്ട്. ഹദീസിൻ്റെ പരമ്പര ഇങ്ങനെ പഠിക്കുക. 5, 6, 10 വയസ്സായ കുട്ടികളൊക്കെ 1000, 2000 ഹദീസിൻ്റെ പരമ്പര ഇങ്ങനെ പറയും, കാണാതെ പറയും. വല്ലാത്തൊരു ഇൽമാണത് അല്ലേ? നമുക്ക് ഒരു ഹദീസിൻ്റെ കിട്ടുമോ? ഒന്നും വേണ്ട. നമ്മളെ വല്യാപ്പാൻ്റെ വല്യാപ്പ ആരാന്നാണ് നമുക്കറിയില്ല. നമ്മളായിട്ട് ആലോചിച്ചിട്ടില്ല, ചിന്തിക്കൂല. ശരിക്കും അത് നമ്മൾ നീലക്കണ്ടത്തിൽ ആ കണ്ടത്തിൽ നിന്നൊക്കെ ഇടുക, അങ്ങനെയാണ് നമ്മൾ പോവാ. പക്ഷേ അങ്ങനെയല്ല. ആ വാപ്പൻ്റെ ആ രൂപത്തിൽ. അപ്പോൾ അബൂജഹലിന് യഥാർത്ഥത്തിൽ അവർ വിളിച്ചിരുന്ന പേര് അബുൽ ഹക്കം എന്നാ. അബുൽ ഹക്കം എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? ഈ ദീവാനി ഈ നാദിയിൽ വെച്ചിട്ട് സഭയെ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആള് ഓലെ നേതാവാണ് ആര്? റയീസാൻ, പൗരപ്രമുഖനാണ്, ഗോത്രത്തലവനാണ് ആര്? അബുൽ ഹക്കം എന്ന് പറയുന്ന അബൂജഹൽ അല്ലേ? പിന്നെ അബൂജഹൽ എന്ന് ആരാ പേരിട്ട്? ഓല അബൂജഹൽ എന്ന് പറഞ്ഞാൽ എന്താ? അറിവില്ലാത്തവൻ്റെ വാപ്പാന്ന്. അത് ഓല എഴുതിയാലും ഇടൂലല്ലോ, ഖുറൈശികൾ ഇടൂല. പിന്നെ ആരെ ഇട്ടത്? മുഹമ്മദ് നബി വിളിച്ച പേരാ. എന്തുകൊണ്ടാണ്? ഇസ്ലാമിലേക്ക് വന്ന ഒരു കിളവിയായ ഒരു പെണ്ണിനെ പിന്നെ കുന്തം കൊണ്ട് എന്താ പറയുക, പിന്നെ മണ്ണ് വാരണ കൈക്കോട്ട് പോലുള്ള സാധനമില്ലേ, മണ്ണ് വാരണ കൈക്കോട്ട് അറിയാം നമ്മളെ നാട്ടിൽ അല്ലേ? അങ്ങനെ മണ്ണൊക്കെ ഇവർ കോരിയെടുക്കുന്ന സാധനമില്ലേ, അതേപോലെ ഒരു ഇതുകൊണ്ട് ഹെറബത്ത് എന്ന് പറയാം. അതുകൊണ്ട് കുത്തിയെടുക്കുന്നു ഒരു കിളവിയായ സ്ത്രീനെ. ആ സ്ത്രീയുടെ പേര് സുമയ്യത്ത് ബിൻ ഖയ്യാത്ത് എന്നാണ്. ആ സുമയ്യനെ കുത്തിയെടുക്കുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പേരാണ് അബൂജഹൽ, വിവരമില്ലാത്തവൻ്റെ അവിവേകിയായ ആളുടെ വാപ്പാണ്. അപ്പം അവർ വിളിച്ചിരുന്ന പേര് അബുൽ ഹക്കം എന്നാണ്. അബുൽ ഹക്കം വിളിക്കാൻ കാരണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഗോത്രത്തലവനും പൗരപ്രമുഖനും ഒക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് അബൂജഹൽ. ഈ അബൂജഹലിനെ സംബന്ധിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ ആയത്ത് ഇത്രയും വരെയുള്ള ആയത്ത് ആരെങ്കിലും ഈ അബൂജഹലാണ് എന്ത് പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിൻ്റെയും വെച്ച് നമസ്കരിക്കുമ്പോൾ ഞാനൊരു വലിയ പാറക്കല്ലുമായി പോയിട്ട് മുഹമ്മദിൻ്റെ തലയിലേക്കാണ്ട് ഇടും എന്ന് പറയുകയും ആ പണി ചെയ്യുകയും അവിടെ നിന്ന് പേടിച്ച് വിറച്ച് ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടുകയും ചെയ്തത് ഈ അബൂജഹലാണ്. ആ സംഭവത്തെ സംബന്ധിച്ചാണ് എന്ത് പറയുന്നത്? ഈ ആയത്ത് ഫല്യദുനാദിയ സനദഉ സബാനിയ. ഇവിടെ ഇനി നമുക്ക് പഠിക്കാനുള്ളത്, മുഹമ്മദ് നബിക്ക് ഇങ്ങനെ ഒരു പ്രയാസം വന്നപ്പോൾ ആ പ്രയാസത്തെ പരിഹരിക്കാൻ, ദൂരീകരിക്കാൻ അള്ളാഹു പറഞ്ഞു കൊടുത്ത ഏറ്റവും വലിയ ചികിത്സ ഏതാ? സുജൂദ അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, ഇദാ അദബഹു അംറുൻ. ഒരു പ്രശ്നം വന്നാൽ മുഹമ്മദ് നബിക്ക് എന്ത് ചെയ്യും? സല്ല അല്ലെങ്കിൽ സജദ, നമസ്കരിക്കുന്ന അല്ലേ? നമുക്കൊക്കെ നമ്മുടെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത പ്രയാസമുള്ള നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലോ നമ്മുടെ നാട്ടിലോ മഹലിലോ നമുക്ക് മനസ്സിന് താങ്ങാൻ പറ്റാത്ത, നമ്മുടെ മനസ്സിനിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേഗം ഒന്നുണ്ടായിപ്പോയി 2 റക്അത്ത് നിസ്കരിക്കുക. ഇത്ര ചികിത്സയുള്ള മറ്റൊരു കാര്യമില്ല എന്നുള്ളതാണ്. ഇത് ഏറ്റവും വലിയൊരു ചികിത്സയാണ്. ഇത് ഏറ്റവും വലിയൊരു പരിഹാര മാർഗം കൂടിയാണ്. അപ്പം അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം എന്താണ്? സുജൂദിൻ്റെ ശ്രേഷ്ഠതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാം, എന്ത്? മാത്രല്ല മാമിൻ മുസ്ലിമിൻ, നബി പറയാൻ, മാമിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമും തന്നെ ഇല്ല, യസ്ജുദുലില്ലാ സജദതൻ, അള്ളാഹുവിന് വേണ്ടി ഒരു സുജൂദ് ചെയ്താൽ ഇല്ലാ റഫഅഹല്ലാഹു ബിഹാ ദറജ, ആ സുജൂദ് കാരണം അള്ളാഹു അയാളുടെ ഒരു പദവി സ്വർഗത്തിൽ ഉയർത്തും. വഹത്ത അൻഹു സയ്യിഅ, അയാളുടെ ഒരു പാപം, അയാൾ ചെയ്തൊരു പാപം അള്ളാഹു എന്ത് ചെയ്യും?
ഇല്ലാതാക്കി കളയും, പുറത്തു കൊടുക്കും എന്നാണ്. അപ്പം ആലോചിച്ചു, ഒരു സുജൂദ് കൊണ്ട് സ്വർഗത്തിലെ സ്ഥാനം അള്ളാഹു താല വർദ്ധിപ്പിക്കും എന്നാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യണ ഹദീസിൽ, മാമിൻ അബ്ദിൻ യസ്ജുദു ലില്ലാ സജദതൻ ഇല്ലാ കുതിബ ലഹു ബിഹാ ഹസന. ഒരാൾ ഒരു സുജൂദ് ചെയ്താൽ, ഒരു അടിമ ഒരു സുജൂദ് ചെയ്താൽ അതുമൂലം അള്ളാഹു താല ഒരു നന്മ രേഖപ്പെടുത്തി വെക്കും. വഹത്ത അൻഹു ബിഹാ സയ്യിഅതൻ, ഒരു തിന്മ അള്ളാഹു മായ്ച്ചു കളയും ചെയ്യും. വറഫഅ ലഹു ബിഹാ ദറജ, ആ സുജൂദ് കാരണമായി അള്ളാഹു താല അയാൾക്ക് സ്ഥാനം ഉയർത്തി കൊടുക്കും. അതുകൊണ്ട് ഫസ്തക്സിറു മിനസ് സുജൂദ്, അതുകൊണ്ട് നിങ്ങൾ സുജൂദുകൾ ധാരാളമായി ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. മാത്രല്ല, സുജൂദ് ചെയ്ത സ്ഥലം, ആ സുജൂദ് ചെയ്ത സ്ഥലം എന്തല്ല, നരകത്തിന് തിന്നാൻ കിട്ടൂലെന്ന, തീ പിടിക്കൂലെന്ന അല്ലേ. ആ സുജൂദ് ചെയ്ത സ്ഥലം നരകം തിന്നുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്. തുക്കുലുന്നാറു മിൻ ഇബ്നി ആദം ഇല്ല അസറ സുജൂദ്, സുജൂദിന്റെ പാടുകൾ ഒഴിക്കെ ബാക്കിയൊക്കെ നരകം തിന്നുകളയും. ഹറമല്ലാഹു അലന്നാർ, നരകത്തിന് അള്ളാഹു തആല തടഞ്ഞു വെച്ചിരിക്കുന്നു. അൻതുക്കുല അസറ സുജൂദ്, സുജൂദ് ചെയ്ത ഭാഗം അത് തിന്നുന്നതിനെ, അത് ആ നരകശിക്ഷ ബാധിക്കുന്നതിനെ. അപ്പം അത്രയും പുണ്യമുള്ള കാര്യമാണിത്, ഒരാൾ സുജൂദ് ചെയ്യുക എന്നുള്ളത്. അക്രബുമായി കൂനുൽ അബ്ദ്, ഒരു അടിമ ഇലല്ലാഹി തആല, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രംഗം എന്ന് പറയുന്നത് ഇദാ സജദ, അവൻ സുജൂദ് ചെയ്യുമ്പോഴാണ്. നമ്മൾ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രംഗം, ഏറ്റവും അക്രബായ ആ രംഗം അയാൾ സുജൂദ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഫഅക്സിറു ദുആ, അള്ളാഹു ആ സുജൂദിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ധാരാളമായി പ്രാർത്ഥന വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ഇത് കാണാം, സഹാബത്തിന്റെ സ്വഭാവം പറയുന്നിടത്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഈ ഒരു ഇബാദത്തിന് മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാൻ. വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ, ആ മുഹമ്മദ് നബിയോടൊപ്പമുള്ള ആ സഹാബികൾ കുഫാറുകളോട് വളരെ കണിശമായി പെരുമാറുന്നവരാണ്. റഹമാഹു ബൈനഹും, ആ സത്യവിശ്വാസികൾക്കിടയിൽ അവർ കാരുണ്യം കാണിക്കുന്നു. എന്നിട്ട് ആ സ്വഹാബത്തിന്റെ സ്വഭാവം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. തറാഹും, ആ സ്വഹാബത്തിനെ നിനക്ക് കാണാം, റുക്കഅൻ, റുക്കൂ ചെയ്യുന്നവരായി, സുജ്ജദൻ, സുജൂദ് ചെയ്യുന്നവരായി. എങ്ങനെ റുക്കും സുജൂദും ചെയ്യുന്നത്? യബ്തഗൂന ഫളലൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഔദാര്യം, അള്ളാഹുവിൻ്റെ നിഅമത്ത്, അള്ളാഹുവിൻ്റെ ഫളല് തേടിക്കൊണ്ടാണ് അവർ സുജൂദും റുക്കും ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ വരിളുവാന, അള്ളാഹുവിൻ്റെ തൃപ്തി തേടിക്കൊണ്ടാണ് എന്ന ഹദീസിൽ വന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളും ആർക്ക് സുജൂദ് ചെയ്യേണ്ടത്? അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യേണ്ടത് അല്ലേ? എന്താ തെളിവ്? വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയുമുള്ള എല്ലാ ചരാചരങ്ങളും അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? തൗ അൻ വക്കർഹൻ, ഒന്നൊക്കെ സ്വമേധയാ സുജൂദ് ചെയ്യുന്നു അല്ലേ? ഈ മരങ്ങളും അതേപോലെ ഭൂമിയും വെളുത്ത പർവ്വതങ്ങളും ഒക്കെ എങ്ങനെ സ്വമേധയാ സുജൂദ് ചെയ്യാണ്. വക്കർഹൻ, നിർബന്ധിതനായി സുജൂദ് ചെയ്യുന്നവരും ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ആലോചിച്ച് നോക്കുങ്ങള്, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് ഒരു ഹുദ്ഹുദ് എന്ന് പറയുന്ന ഒരു മരക്കൊത്തി പക്ഷിയില്ലേ, ആ ഹുദ്ഹുദ് സുലൈമാൻ നബിയോട് പോയി, ഞാൻ സഭയിലെ ആ രാജ്ഞിയുടെ എന്ത് കൊണ്ടുവന്ന് തരാം, സിംഹാസനം കൊണ്ടുവന്ന് തരാം എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ആ സിംഹാസനം കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ രംഗം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ഹുദ്ഹുദ് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നി വജത്തും റഅതൻ, ഹുദ്ഹുദ് പക്ഷി പറയാണ്. ഹുദ്ഹുദ് ആരാണ്? സുലൈമാൻ നബിയുടെ സൈന്യത്തിൽപ്പെട്ടതാണ്. ആ പക്ഷി പറയാണ് എന്താ? ഇന്നി വജത്തും റഅതൻ, ഞാനൊരു സ്ത്രീയെ കണ്ടു, തംലിക്കുഹും, അവിടെ ഭരണം നടത്തുന്ന അല്ലേ, അവിടുത്തെ രാജാത്തിയായ ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. എന്താണ് ആ സ്ത്രീയുടെ പ്രത്യേകത? വഊതിയതു മിൻ കുല്ലി ഷൈഇൻ, എല്ലാം അവൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. വലഹ അർശുൻ അലീം, വലിയ ഒരു സിംഹാസനം അവൾക്കുണ്ട്. വജത്തുഹ, പക്ഷെ അവളെ കണ്ടത് എങ്ങനെയാണ്? വജത്തുഹ വ കൗമഹ, അവളും ആ സിംഹാസനമുള്ള ഭരണം നടത്തുന്ന ആ രാജ്ഞിയെയും ആ ജനതയെയും ഞാൻ കണ്ടത് യസ്ജുദൂന ലിശംസ്, സൂര്യന് സുജൂദ് ചെയ്യുന്നവരായിട്ടാണ് അല്ലേ, മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ. അപ്പോൾ സൂര്യന് സുജൂദ് ചെയ്യുന്ന ഒരു ജനവിഭാഗം എവിടെ ഉണ്ടായിരുന്നു? ആ സഭയിലുണ്ടായിരുന്നു എന്ന വാർത്ത
ആ ഹുദുഹുദു പക്ഷി സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അറിയിക്കുകയാണ്. അപ്പോൾ നോക്കി നിങ്ങൾ, ഈ സുജൂദ് ആ കാലഘട്ടത്തിൽ തന്നെ എന്തുണ്ട്? സുജൂദുണ്ട്. പക്ഷെ എന്തല്ല, അള്ളാഹുവിന് പുറമെ മറ്റ് ഇതര വസ്തുക്കൾക്കായിരുന്നു അവരുടെ സുജൂദൊക്കെ എന്നുള്ളതാണ്. അപ്പം സുജൂദ് ആർക്കാ ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടി ആണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത്. എല്ലാ കാലഘട്ടത്തും നിസ്കാരമുണ്ട്, നിസ്കാരത്തിൽ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഖുറൈശികൾക്ക് നിസ്കാരമുണ്ട്. എന്തിന്? ചൂളം വിളിയും മ്യൂസിക്കും ചെണ്ട കൊട്ടലൊക്കെയാണ് അവരുടെ നിസ്കാരം. ഇല്ലാ മുക്കാ അമ്പത്തസ്തിയ, ആ കഅബക്ക് ചുറ്റും ഒരിങ്ങനെ നടന്നിട്ട് ചെണ്ട കൊട്ടും. നമ്മൾ അമ്പലത്തിൽ കാണില്ലെങ്കിൽ അതേപോലുള്ള ചൂളം വിളിയും ഒരു സാധനം കൊട്ടലൊക്കെ ആയിരുന്നു അവരുടെ ആരാധന. അതാണ് അവരുടെ നമസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ആ രൂപത്തിലും ഉണ്ടായിരുന്നു. ആ പ്രവാചകന്മാരൊക്കെ നമസ്കാരം അവർക്കുണ്ട്. പക്ഷെ ഇന്ന് കാണുന്നത് പോലെ 5 നേരം എന്നുള്ളത് ഇല്ല. പിന്നെ അതിൻ്റെ രൂപം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി അറിയാനും സാധ്യമല്ല. നിസ്കാരമുണ്ട്, സുജൂദുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സുജൂദ് കൂടുതൽ വർദ്ധിപ്പിക്കണം എന്നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. എന്തിനാ? ഇഹലോകത്ത് വെച്ച് ഒരാൾ സുജൂദ് വർദ്ധിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് പരലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ സാധിക്കുള്ളൂ. അള്ളാഹ് സുജൂദ് ചെയ്യാൻ വേണ്ടി പറയും അല്ലേ? യൗമ യുക്ശഫു അൻ സാഖ് വയുദ്ഔന ഇല സുജൂദ്. അവിടെ സുജൂദിന് വേണ്ടി വിളിക്കപ്പെടും. ഫലാ യസ്തതിഊൻ. അത്തരം ആളുകൾ, സുജൂദ് ചെയ്യാത്ത ആളുകൾക്ക് എന്തുണ്ടാവില്ല? സുജൂദ് ചെയ്യാൻ സാധ്യമല്ല. ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. അവരുടെ കണ്ണിങ്ങനെ മേപ്പോട്ട് തുറിച്ചിങ്ങനെ നോക്കുന്നുണ്ടാവും. കാരണം എന്താ? വഖദ് കാനു യദ്ഔന ഇല സുജൂദി വഹും സാലിമൂൻ. അവർ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ ആ സുജൂദ് ചെയ്യാൻ അവർക്ക് കഴിവും പ്രാപ്തിയും ഉണ്ടായിരിക്കെ അവർ ആ സുജൂദ് ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്തില്ല? അവർ സുജൂദ് ചെയ്തില്ല. അത്തരം ആളുകൾക്ക് എന്തുണ്ടാവില്ല? അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ സുജൂദ് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു സംഭവം, റബീഅത്ത് ബിനുൽ അസ്ലമി എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വുളു ഉണ്ടാക്കാനുള്ള വെള്ളവും സേവനമൊക്കെ ചെയ്യുന്ന ഒരു സഹാബിയാണ്. ഒരിക്കൽ നബിക്ക് വുളു ഉണ്ടാക്കാനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ ആ സന്ദർഭത്തിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഅത്തുൽ അസ്ലമിനോട് ചോദിക്കുകയാണ്, സൽ യാ റബീഅ, എനിക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചോ റബിയെ, ഞാൻ തരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും ചോദിച്ചു. 3 പ്രാവശ്യം പറഞ്ഞപ്പോഴും ആ റബിയ പറയാണ്, അള്ളാഹുവേ മുറാഫഖതക ഫിൽ ജന്ന, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. തിരുദൂതരെ, താങ്കളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് നാളെ ആ സ്വർഗലോകത്തിൽ താങ്കളോടൊപ്പമുള്ള സാമീപ്യമാണ് നബി എനിക്ക് ആവശ്യപ്പെടാനുള്ളതെന്ന്. ഇവിടുത്തെ പൈസയൊന്നുമല്ല, ദീനാറൊന്നുമല്ല. ആര് ചോദിച്ചത്? റബീഅത്തുൽ. ഒരു നമ്മളോടൊക്കെ ഇപ്പം അങ്ങനെ പറഞ്ഞാലോ, നിങ്ങളൊരു 10,000 ദീനാറുടെ ഏരിയ അറിഞ്ഞാൽ നിങ്ങളെന്താ പറയുക? നിങ്ങളെ തൊള്ളേക്കൊള്ളണം നിങ്ങളും പറയും അല്ലേ? അതാണ് നമ്മുടെ അവസ്ഥ. പക്ഷേ ആ സഹാബി, നബിക്ക് സേവനം ചെയ്ത ഖാദിമായ ആ സഹാബി ചോദിച്ചത് പറഞ്ഞതെന്താ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അള്ളാഹുവേ, നാളെ പരലോകത്ത്, ആ സ്വർഗലോകത്ത് താങ്കളുടെ സാമീപ്യം, ആ സാന്നിധ്യം ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആ സഹാബി പറയും. അപ്പം നബി പറയാണ്, അതിനെന്താ നീ ചെയ്യേണ്ടത്? സുജൂദ് സുജൂദ്. നീ എന്ത് ചെയ്യാ? ധാരാളമായി സുജൂദ് വർദ്ധിപ്പിക്കുന്ന. അപ്പം പരലോകത്ത് പ്രവാചകന്റെ സാമീപ്യം കിട്ടാൻ ആ സഹാബിയോട് അള്ളാഹുവിൻ്റെ റസൂല് കൽപ്പിക്കുന്നത് ധാരാളമായി സുജൂദ് ചെയ്യാനാണ് എന്നുള്ളതാണ്. ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നത് കാണാൻ സാധിക്കും. മറ്റൊന്ന്, ആയിഷ ബീവി പറയാണ്, ഖാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദ് നമസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ രാത്രിയിൽ എണീറ്റ് നമസ്കരിക്കുമ്പോൾ 11 റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. ആ നമസ്കാരം നീണ്ട സുജൂദ് ചെയ്യും. എത്രത്തോളം? ഒരു സുജൂദിൽ 50 ആയത്ത് ഓതുന്ന ഖദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ ഇങ്ങനെ വീടുകൊണ്ടിരിക്കുന്ന അത്ര ദീർഘമായ സുജൂദായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത്. എന്നിട്ട് ബാങ്ക് കൊടുക്കാൻ സമയം ഉണ്ടാകുന്നതിൻ്റെ മുമ്പ്
2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ നിസ്കരിക്കും നബി. അതിൻ്റെ ഇടയിൽ വലത് ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞിട്ട് പ്രവാചകൻ കിടക്കാറുണ്ടായിരുന്നു എന്ന് ആ മുഅദ്ദിൻ വരുന്നത് വരെ, ബാങ്ക് കൊടുക്കാൻ വരുന്നത് വരെ എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലത് ഭാഗത്തേക്കൊന്ന് ചെരിഞ്ഞ് കിടക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ ബീവി വിവരിക്കണ ഇത് കാണാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പറഞ്ഞ കാരണം എന്താ, ധാരാളമായി സുജൂദ് വർദ്ധിപ്പിക്കുക. ആ സുജൂദ് വർദ്ധിപ്പിക്കാൻ കുറേ സുജൂദ് ചെയ്യാന്നുള്ളതല്ല, നീണ്ട സുജൂദ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതുമൂലം അവൻ്റെ ദറജ, അവൻ്റെ പദവി ഉയർത്തുകയും അവൻ്റെ പാപങ്ങൾ അതുമൂലം ഇല്ലാതാക്കുകയും ചെയ്യും എന്നുള്ള. മാത്രമല്ല സുജൂദ്, തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട്, അതാണ് ഈ സുജൂദ് അറിയുന്നത്. ആ തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരാളുടെ മുഖത്തിന് എന്തുണ്ടാവും, ഒരു പ്രകാശം, പ്രത്യേകം ഒരു പ്രകാശം ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു സുജൂദ് ചെയ്യുന്നവരെ എണീച്ച് കഴിഞ്ഞാൽ ആ മുഖത്തിന് ഒരു പ്രകാശം ഉണ്ടാവും. എന്താ തെളിവ്? സഹാബത്തിൻ്റെ പിന്നെ സ്വഭാവം പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, സീമാഹും, ആ സഹാബത്തിൻ്റെ സ്വഭാവം, അവരുടെ അടയാളം, ഫീ വുജൂഹിം മിൻ അസരി സുജൂദ്, സുജൂദ് ചെയ്തതിൻ്റെ ഫലമായി അവരുടെ മുഖത്തൊരു പ്രത്യേകം പ്രകാശം, ഒരു ബഹ്ജത്ത്, ഒരു ശോഭ കാണാൻ സാധിക്കുന്ന, അത് സുജൂദിൻ്റെ അടയാളമാണ് എന്നതാണ് പിന്നെ ആര് പറയണത്, ആയിഷ ബീവി വിവരിക്കണത്. അപ്പോൾ 50 ആയത്തുള്ള ഓതാനുള്ള ആ ഗ്യാപ്പിൽ അത്രയും വലിയ സുജൂദാണ് പ്രവാചകൻ പിന്നെ ഒരുപാട് പ്രാർത്ഥനയില്ല. നമ്മൾ ഒന്ന് പറയണ സുബ്ഹാൻ റബ്ബിയൽ അഅല, മൂന്നൊന്നുമില്ല, എത്രയും പറയാം. സുജൂദിൽ എന്താ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ, അങ്ങനെ തുടങ്ങി ഒരുപാടുണ്ട്. പിന്നെ സുബ്ഹാനക്കല്ലാഹുമ്മ വഗ്ഫിർലി, ഒരുപാട് പ്രാർത്ഥന ഉണ്ട്. നമുക്ക് മലയാളത്തിൽ അറബി അല്ലാത്ത വാക്ക് പറയാൻ പാടില്ല. നമ്മളിപ്പം നമുക്കൊന്നും കിട്ടണില്ല, നമ്മൾ ഉച്ചാരണല്ലാതെ, തലഫുദ് ഇല്ലാതെ, തലഫുദ്, അതാ പറയണേ, തലഫുദ് ഇല്ലാതെ മനസ്സുകൊണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല എന്നതാണ് പണ്ഡിതന്മാർ അതിനെപ്പറ്റി. അത് എന്ത് ഒന്നും അറിയാത്ത ഒരു പ്രാർത്ഥന അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മനസ്സുകൊണ്ട് ഇങ്ങനെ പറയാം എന്നുള്ളതാണ് പണ്ഡിതന്മാർ അതിനെപ്പറ്റി വിവരിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, എന്ത്, ഒരിക്കൽ അഹ്നഫ് ഇബ്നു ഖൈസ് എന്ന് പറയുന്ന ഒരു താബിഈ ആയ ആള് ഒരിക്കൽ ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സായിൽ, ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു വന്നു. അപ്പോൾ അവിടെ ഒരാൾ ദീർഘമായി ഇങ്ങനെ നമസ്കരിക്കുന്നുണ്ട്. അയാൾ നീണ്ട സുജൂദൊക്കെ ചെയ്യുന്നുണ്ട്. രാത്രിയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോൾ ഈ പിന്നെ അഹ്നഫ് ഇബ്നു ഖൈസ് ചോദിച്ചു, അല്ല, നിങ്ങൾ ഒറ്റയായിട്ടാണോ ഇരട്ടയായിട്ടാണോ, എന്ന് പറഞ്ഞാൽ വിത്റായിട്ടാണോ അല്ലാത്ത പിന്നെ രൂപത്തിലാണോ നിങ്ങൾ നമസ്കാരം പൂർത്തിയാക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചു. കാരണം നീണ്ട നേരം നിസ്കരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മറക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം അയാൾ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറയുകയുണ്ടായി എന്നാ. എനിക്കറിയില്ല. അപ്പോൾ ലാ അദ്രി എന്ന് പറഞ്ഞപ്പോൾ, എന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞപ്പം, എൻ്റെ പ്രിയപ്പെട്ട ഹബ്ബി എന്നാണ് അയാൾ ഉപയോഗിച്ചിട്ട്, എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നാ ഹദീസ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത്? വല്ലാഹി ഇന്നക മാ സജദതു ലില്ലാ സജദതൻ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ വഹത്ത അൻക ബിഹാ ഖതിഅ. നീ അള്ളാഹുവിന് വേണ്ടി ഒരു സുജൂദ് ചെയ്താൽ അതുമൂലം അള്ളാഹു നിന്റെ പദവി ഉയർത്തിക്കളയുമെന്നും അതേപോലെ നിന്റെ പാപങ്ങൾ മായ്ച്ചു കളയുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഹ്നഫിനോട് ഒരാൾ ചോദിച്ചു, ആ ആൾ സുജൂദ് ചെയ്ത ആൾ ചോദിച്ചു, നമസ്കരിച്ച ആൾ, ഞാൻ ആരാണ്? മന്നൻത കാല, ഞാൻ അബൂദറുൽ ഗഫാരി സാഹിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ അനുചരനായ അബൂദറുൽ ഗഫാരിയാണ് ഞാൻ എന്ന് അദ്ദേഹം പറയുകയുണ്ടായിന്ന. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ സുജൂദിനെ പറ്റി പിന്നെ ധാരാളം ഹദീസുകളിൽ വിവരിച്ചത് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സുജൂദ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഇത് സുജൂദ് എന്ന് പറയുന്നത്. അക്രബുമായ യക്കൂനു റബ്ബു മിനൽ അബ്ദ്. മറ്റൊരു ഹദീസ് ഇങ്ങനെ കാണാം, ഒരു അള്ളാഹു തൻ്റെ അടിമയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അവസ്ഥ ഫി ജൗഫിൽ ലൈൽ,
ഫി ജൗഫിൽ ലൈലിൽ ആഖിർ, ഒരു രാത്രിയുടെ അവസാന ഭാഗത്താണ് എന്ന് പറഞ്ഞാൽ അത്തായ സമയത്ത്. ഇനി ഫഇൻ ഇസ്തതഅത അൻ തകൂന മിമ്മൻ യദ്കുറുല്ലാഹ് ഫീ തിൽക സഅ ഫകുൻ, അതുകൊണ്ട് ആ സമയത്ത് നിനക്ക് അള്ളാഹുവിനെ ഓർക്കാൻ സാധിക്കുന്നുവെങ്കിൽ ആ സമയത്ത് നീ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ആര് കേട്ടിട്ടുണ്ട്? അംർ ബിൻ അബസ റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ട് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം ആ സമയത്ത്, ആ തഹജ്ജുദ് സമയത്തുള്ള ആ നമസ്കാരത്തിൽ ആ സുജൂദിൻ്റെ പ്രത്യേകതയാണ് ഇതൊക്കെ പറയണത്. മാത്രമല്ല, ഏതൊരു എതിരാളിയെയും പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരേ ഒരു ആയുധമാണിത് സുജൂദ് എന്ന് പറയുന്നത്, അല്ലേ? മക്കായിലെ മദീനായിലെ പിന്നെ മുനാഫിക്കുകളായ ആളുകൾ പിന്നെ എന്താ പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിന്നെ അതേപോലെ അനുചരന്മാരെയും ഞങ്ങളങ്ങോട്ട് വന്നാൽ ഞങ്ങളങ്ങോട്ട് പുറത്താക്കും എന്ന് പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്. ഏതാണ്? യഖൂലൂൻ, ആ മുനാഫിക്കുകൾ പറയാം, ലഇൻ റജഅനാ ഇലൽ മദീന, ഞങ്ങൾ മദീനയിലേക്ക് അങ്ങോട്ട് തിരിച്ചു വരട്ടെ, ലയുഖ്രിജന്നൽ അഅസ്സു മിൻകൽ അദൽ, അവിടെയുള്ള പിന്നെ നിന്യന്മാരായ നീചന്മാരായ മുഹമ്മദിനെയും സഹാബത്തിനെയും ഒക്കെ വളരെ പ്രതാപവന്മാരായി ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യും എന്ന് ആ മുനാഫിക്കുകൾ പറഞ്ഞ രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവിടെ അള്ളാഹു അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂൽ, യഥാർത്ഥത്തിൽ പ്രതാപം ആർക്കാണുള്ളത്? അള്ളാഹുവിനും റസൂലിനുമാണ്, വലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കുമാണ്. ഈ പ്രതാപം നമുക്ക് ലഭിക്കാനുള്ള ഒരു കാരണം, മുസ്ലിങ്ങൾ പിന്നെ പ്രതാപവന്മാരാണ് എന്ന് പറയാനുള്ള ഏറ്റവും വലിയ കാരണം അവർ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ്. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ്റെ നമസ്കാരം മുഖേന അവൻ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവനാണ്. ആ അടുത്ത് നിൽക്കുന്നതിനല്ലേ സുജൂദ് ചെയ്യുന്ന രംഗത്ത് അള്ളാഹുവിൻ്റെ സാമീപ്യം ഏറ്റവും അധികം ലഭിക്കുന്നവരാണ് ആര്? പിന്നെ വിശ്വാസികൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും സഹാബത്ത്, അല്ലേ? അതുകൊണ്ട് തന്നെ അള്ളാഹിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്കാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടാവുക? ഇസ്സത്ത് ഉണ്ടാവുക, പ്രതാപമുണ്ടാവുക. ആ പ്രതാപത്തിൽ ഉറച്ചു നിൽക്കാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഇതിലൂടെ ആവശ്യപ്പെടുന്നത്. വസ്ജുദ് വഖ്തരിബ് കല്ലാ ലാ തുതിഉ, മുഹമ്മദ് നബിയെ അബൂജഹലിനെ പോലുള്ള ആളുകളെ താങ്കൾ അനുസരിക്കേ വേണ്ട, താങ്കൾ എന്ത് ചെയ്താൽ മതി? വസ്ജുദ്, സുജൂദ് ചെയ്യുക, വഖ്തരിബ്, അള്ളാഹുവിൻ്റെ സാമീപ്യം, അള്ളാഹുവിനോട് താങ്കൾ അടുക്കുക എന്നുള്ള. പിന്നെ ഈ വിശുദ്ധ ഖുർആനിലെ കാര്യങ്ങളെപ്പറ്റി, ഈ സുജൂദിനെയും അള്ളാഹുവിനോട് അടുക്കലിനെ സംബന്ധിച്ചും ഈ തൗഹീദിനെയൊക്കെ പറ്റി, പിന്നെ വിശുദ്ധ ഖുർആനെ പറ്റി മുൻ വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ ശരിക്കും ഇത് മനസ്സിലാക്കിയാൽ വിശുദ്ധ ഖുർആൻ പറയാം, ഇന്നല്ലദീന ഊത്തുൽ ഇൽമ മിൻ ഖബ്ലി, മുഹമ്മദ് നബിക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ട, വിജ്ഞാനം നൽകപ്പെട്ട ആ ആളുകൾ ഇദാ യുത്ല അലൈഹിം, ഈ ഖുർആൻ അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ യഖിറൂന ലിൽഅദ്കാനി സുജ്ജദ എന്നവിടെ പറയുന്നുണ്ട്. എന്താ? മുഖം കുത്തി വീണുകൊണ്ട്, സുജൂദിലായിക്കൊണ്ട് അവർ മുഖം കുത്തി വീഴുന്നത് കാണാമെന്ന്. എന്നാൽ ഈ വിശുദ്ധ ഖുർആനിൻ്റെ പ്രാമാണികത, അതിൻ്റെ ആധികാരികത അവരാര് മനസ്സിലാക്കിയിട്ടുണ്ട്? മുൻ വേദഗ്രന്ഥങ്ങളിലൂടെ ഈ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ആധികാരികത മനസ്സിലാക്കിയ ആളുകൾ സുജൂദ് ചെയ്തുകൊണ്ട് മുഖം കുത്തി വീഴും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്. പിന്നെ അവർ പറയുന്ന പ്രാർത്ഥന, മനസ്സിൻ്റെ അന്തരാളത്തിൽ നിന്ന് പറയുന്ന പ്രാർത്ഥന, വയഖൂലൂൻ സുബ്ഹാന റബ്ബിന ഇൻ കാന വഅദു റബ്ബിന ലമഫ്ഊല, ഞങ്ങളുടെ രക്ഷിതാവ് എത്ര പരിശുദ്ധനാണ്, തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ വാഗ്ദാനം പിന്നെ നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനമായ നരകവും സ്വർഗവും ആ മരണത്തിന് ശേഷമുള്ള വിചാരണയും സുആലും ഒക്കെ അത് ഉറപ്പായിട്ടുണ്ടാകുക തന്നെ ചെയ്യും എന്ന് മുൻ വേദഗ്രന്ഥം നൽകപ്പെട്ട, അത് പഠിച്ച അവർ പറയും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാൻ സൂറത്ത് ഫുർഖാനിലെ ആ പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ അടിമകളുടെ സ്വഭാവം വിവരിക്കുന്നിടത്തും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വ ഖിയാമ, രാത്രി അവർ കഴിച്ചു കൂട്ടുന്നത് റുകൂ ചെയ്തും ഖിയാമ് ചെയ്തും നമസ്കരിച്ചു കൊണ്ടാണ് എന്നവിടെ പറയുന്നത് കാണാം. ഇങ്ങനെ പിന്നെ പ്രവാചകൻ്റെ ഹദീസും പിന്നെ ഇതൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് സംഭവങ്ങൾ ഈ വിഷയത്തെപ്പറ്റി വന്നത് കാണാം. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മനപ്രയാസമുള്ള കാര്യമോ
അത് കുടുംബത്തിലാവട്ടെ, അല്ലാത്തതാവട്ടെ, നമ്മൾ ജോലി ചെയ്യുന്ന രംഗത്താവട്ടെ, ഏത് രംഗത്താവട്ടെ, നമ്മുടെ മനസ്സിനെ ഇടുക്കിക്കളയുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പോലും അള്ളാഹു പറയുന്നത് വലക്കത് നഅലമു അന്നക യളീഖു സദ്റക. മക്കായിലെ മുശ്രിക്കുകൾ പ്രവാചകനെ പീഡിപ്പിച്ച് മർദ്ദിച്ച് അവശനാക്കണ ആ രംഗം, ആ സഹാബത്തിനെയും ബിലാലിനെയും അതേപോലെ സുമയ്യയും ഒക്കെ കുത്തിച്ചതച്ച് കൊല്ലണ ആ രംഗം അല്ലേ, അങ്ങാടിയിലെ പിള്ളേര് പിന്നെ വലിച്ചു കൊണ്ടുപോകുന്ന ചുട്ടുപഴുത്ത മണലാരത്തിനോട് വലിച്ചു കൊണ്ടുപോകുന്ന ആ രംഗത്തൊക്കെ പ്രവാചകന്റെ മനസ്സിങ്ങനെ പെടയാണ്. ആ പെടയണത് നബിയെ അള്ളാഹു താല അറിയുന്നുണ്ട്. അവർ പറയുന്ന ആ വാക്കുകളും പിന്നെ ആരോപണങ്ങളും നബിയെ അള്ളാഹു അറിയുന്നു. എന്നിട്ട് നബിയോട് പരിഹാരം പറയണ എന്താ? ഫസബ്ബിഹ്, നീ തസ്ബീഹ് ചെയ്യുക, സുബ്ഹാനല്ലാഹ് എന്ന് പറയാം, ബിഹംദി റബ്ബി. പിന്നെ വകും മിനസ് സാജിദീൻ, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ ആവണം എന്നാണ്. അപ്പൊ പരിഹാരമാർഗമായി അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ സുജൂദാണ് എന്നതാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ശരിക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ സുജൂദ് നമ്മൾ നിർവഹിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും, ദുനിയാവിലും പരലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഇതിലും വലിയൊരു മരുന്ന് ലോകത്തെവിടെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സുജൂദ് വർദ്ധിപ്പിക്കുക. ഫർള് നമസ്കാരങ്ങൾക്ക് പുറമെ തഹജ്ജുദ് നമസ്കരിക്കാത്തവരൊക്കെ ഒരു 3 റക്അത്തെങ്കിലും എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതാണ് നമുക്ക് ദുനിയാവിലും പരലോകത്തിലും വിജയമായി അതിൻ്റെ ഗുണം ലഭിക്കുന്ന ഒരു കാര്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കും. അത്തരം മുത്തക്കിയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.